ഞങ്ങളിത് പലരോടും ആലോചിച്ച് പോരാൻ താല്പര്യമുള്ളൂ. ഇപ്പോഴും ഒരു 20 കൺട്രീസ് ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാനായിട്ട് ആകാംക്ഷയുള്ള കാര്യമാണ് ഞാൻ നെക്സ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റ്. ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് ചെയ്യുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, ഡിഫൻഡറാണ്. UK നിന്ന് കേരളത്തിലേക്കുള്ള നമ്മുടെ യാത്ര, നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അല്ല കേട്ടോ, നമ്മുടെ നോബി ചേട്ടൻ്റെയും ജോബി ചേട്ടൻ്റെയും കൂടെയുള്ള യാത്ര നാളെ തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെറിയൊരു അവരുമായിട്ട് ജസ്റ്റ് ഒരു Q&A സെഷൻ പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നമുക്ക് എന്തൊക്കെ വിസ റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ ബഡ്ജറ്റ് എത്ര, നമ്മളൊരു സാധാരണ ആൾ നമ്മൾ UK നിന്നും നാട്ടിലേക്ക് ബൈ റോഡായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ചിലവുകളായിട്ട് നമുക്ക് മെയിനായിട്ട് വരുന്നത്, പിന്നെ ബാക്കി ഫുൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ്, കാര്യങ്ങൾ, ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിന്ന് ചോദിച്ചറിയുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയുന്നില്ല, നമുക്ക് അവരോട് തന്നെ ചോദിച്ചിട്ടറിയാം. അപ്പോൾ അവരെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പം നോബി ചേട്ടാ, ജോബി ചേട്ടാ, LS ടോക്സിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. അപ്പം നമ്മൾ നിങ്ങളുടെ ഈ ഒരു ജേർണിനെ കുറിച്ചിട്ടുള്ള കുറച്ച് Q&A പോലെയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാണുന്ന ആളുകൾക്ക് ഇവർ രണ്ടുപേരുടെ ഫേസസ് എന്താണെങ്കിലും അറിയായിരിക്കും, സുപരിചിതമായിരിക്കും. അപ്പോൾ എന്നാലും ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇത് നോബി ചേട്ടൻ, ഇത് ജോബി ചേട്ടനാണ്, രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഫുള്ളായിട്ട് ചോദിച്ചറിയാം യാത്രയുടേത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പം എന്തായാലും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം എണീറ്റിട്ട് രാവിലെ എനിക്ക് ഇങ്ങനെ ഇടത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എത്ര നാളത്തെ ഒരു പ്ലാനിങ്ങിലും എഫേർട്ടിലും കൂടെ വന്ന ഒരു കാര്യമാണ് ഈ ഒരു ട്രിപ്പ്? മോർ ദാൻ 1 ഇയർ ആയിട്ടുണ്ട് പ്ലാനിങ്. പിന്നെ ഞങ്ങൾ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത് മാർച്ച് തുടങ്ങി. കാരണം വിസ പേപ്പർ വർക്കുകൾ, വണ്ടിയുടെ പേപ്പർ വർക്ക്, അതെല്ലാം തുടങ്ങിയത് ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു മാർച്ച് ഏപ്രിലോട് കൂടിയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ്, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ബ്രദേഴ്സ് ആണ്, അപ്പൊ നിങ്ങൾ ഒന്നിച്ച് യാത്ര എന്തുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു? ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സോ ബാക്കി വേറെ ആളുകളൊന്നും അല്ലാതെ നിങ്ങൾ രണ്ടുമായിട്ട് ഒരു ട്രിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് പലരോടും ആലോചിച്ച് പോരാൻ താല്പര്യമുള്ളൂ. പിന്നെ ഈ 2-3 മാസത്തെ അവധിയും പിന്നെ ഇതിന്റെ ഒരു ചെലവ് വഹിക്കാന്ന് പറയുമ്പോൾ പലർക്കും ഒരു വലിയ താല്പര്യം. യാത്ര എല്ലാവർക്കും താല്പര്യമാണ്, പക്ഷെ ആ ഒരു അവധി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ പലരും പുറകോട്ട് പോയി. പിന്നെ അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി ആകുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് പോകാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. യൂറോപ്പിൽ ചെയ്തിട്ടുണ്ട്, സ്കോട്ട്ലൻഡിലേക്ക് പോയിട്ടുണ്ട്, ഒരുപാട് ഒരുമിച്ചുള്ള ഫാമിലി ട്രിപ്പുകൾ പോയിട്ടുണ്ട്. അപ്പം തോന്നി കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റും. പല യാത്രകളും പലപ്പോഴായിട്ട് നിന്ന് പോണതും നേരത്തെ അവസാനിപ്പിക്കേണ്ടി വരുന്നതും അവർ തമ്മിലുള്ള ഒരു വൈബില്ലാണ്ടാവുന്നതുകൊണ്ടാണ്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അപ്പൊ ഈ ഒരു UK നിന്ന് നമ്മൾ കേരളത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് ഏകദേശം ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈം പീരീഡ് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എത്രയാണ്? ഞങ്ങൾ 6 days ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ചിലപ്പോൾ അതിന് മുമ്പ് തീരാം, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും തീരണേ. പക്ഷെ 90 days ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം ഞങ്ങൾ ടൈം ഓഫ് ഫാമിലി എല്ലാം അവർ അത്രയും പ്രിപ്പയർഡ് ആണ്. 90 days. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ എത്ര കൺട്രീസ്, അതുപോലെ തന്നെ ഇപ്പം എത്ര എനിക്കിപ്പം അറിയില്ല എത്ര റൂട്ട് എങ്ങനെയൊക്കെ പോവാന്നുള്ളത്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തായാലും റിസർച്ച് ഒക്കെ ചെയ്താണല്ലോ. അപ്പൊ നിങ്ങൾ ഏത് റൂട്ടാണ് സെലക്ട് ചെയ്തത്, അതുപോലെ അത് ചെയ്യാനുള്ള റീസൺ, കുറച്ച് റൂട്ട്സിൽ നിന്ന് അതിൽ സെലക്ട് ചെയ്യാനുള്ള റീസൺ ഒന്ന് പറയാം? ഞങ്ങൾ എപ്പോഴും ഒരു 20 കൺട്രീസ് ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആദ്യം ഇപ്പോഴും ഇപ്പൊ കൺട്രീസിന്റെ എണ്ണത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് 60 days ഉണ്ട്. ഒരു എൻജോയബിൾ, ഒരു ഇൻഫോർമേറ്റീവ് ട്രാവൽ ആയിരിക്കണം.
ഇതെന്താണ് ഡിഫറെൻറ്റ് കൺട്രീസിൽ നടക്കുന്നത്, അവിടുത്തെ ഒരു ജീവിത രീതികൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആണ് ഇത്രയും കൺട്രീസിൽ കൂടെ പോകണം. അല്ലെങ്കിൽ ഇത്രയും കൺട്രി ഒന്നും വേണ്ട, സ്ട്രേറ്റ് ഫോർവേഡ് അങ്ങനെ കട്ട് ത്രൂ ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ മാത്രമല്ലല്ലോ പോകുന്നത്, സ്ഥലങ്ങൾ എൻജോയ് ചെയ്യാൻ. അതെ, നമ്മൾ എന്താണ് അവരുടെ സംസ്കാരം, എന്താണ് അവരുടെ ജീവിത രീതികൾ എന്നൊക്കെ കണ്ട് കേട്ട് അറിഞ്ഞ് പോവുക എന്നുള്ള രീതിയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നൊന്ന് പറയാമോ? ഞങ്ങൾ ആദ്യം ചൂസ് ചെയ്ത റൂട്ട് യൂറോപ്പിൽ കൂടെ ലിത്വേനിയ, ലാറ്റ്വിയ വഴി റഷ്യയിൽ വന്നിട്ട് കസാക്കിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യാനായിരുന്നു. ഇപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കുറച്ച് ചേഞ്ച് ആയതുകൊണ്ട് നമ്മൾ റഷ്യയിൽ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഒരു 2-3 ദിവസം മാത്രം റഷ്യയിൽ സ്പെൻഡ് ചെയ്തിട്ട് കസാക്കിസ്ഥാനിൽ കൂടുതൽ ദിവസം, കാരണം ജോർജിയയിൽ നിന്ന് കസാക്കിസ്ഥാനിലേക്ക് റഷ്യയിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്നുണ്ടെങ്കിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് അങ്ങനെ റഷ്യയിൽ കുറച്ച് കൂടുതൽ ദിവസം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് തിരിച്ചു. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഇത്രയും ഒരു ലോങ് ട്രിപ്പാണ്, ഇത്രയും ഡേയ്സ് ഉണ്ട്, ഇത്രയും കൺട്രീസ് ഉണ്ട്. അപ്പം ഇതിൽ റിസ്ക് എലമെന്റ്സ് നിങ്ങൾ കൺസിഡർ ചെയ്തായിരുന്നു? എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്? നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് വേണം, പിന്നെ വണ്ടിക്ക് അതിൻ്റെതായ പ്രോപ്പർ പേപ്പർ വർക്ക്, ഇൻഷുറൻസ്, അതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി, സേഫ്റ്റി അതുകൊണ്ട്. അപ്പം നമ്മൾ പകൽ മാത്രമേ ട്രാവൽ ചെയ്യണുള്ളൂ, ഡ്രൈവ് ചെയ്യണുള്ളൂ. അതും ഒരു സേഫ് പ്ലേസിലായിരിക്കും നമ്മുടെ ഹോൾട്ടുകളെല്ലാം. നമ്മൾ ഒരു 300 to 400 മൈൽ അല്ലെങ്കിൽ ഒരു 500 കിലോമീറ്റേഴ്സിക്കുള്ളൊന്നും നമ്മൾ ഒരിക്കലും ഒരു ദിവസം ട്രാവൽ ചെയ്യില്ല, അല്ലെങ്കിൽ അതിൽ കുറച്ച്. ഇനി നമുക്ക് ഇഷ്ടംപോലെ ചൈനയിൽ 15 days സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. വർക്ക് വിസയിലുള്ള ആളുകളും PR-ലുള്ള ആളുകളും ഈ ഒരു വിസ നോക്കുന്ന ടൈമിലുള്ള ഡിഫിക്കൽട്ടീസ്, വർക്ക് വിസയൊക്കെ ഏകദേശം ഈക്വലായിട്ട് വരും. പിന്നെ സിറ്റിസൺഷിപ്പ്, അതായത് ഇവിടുത്തെ പാസ്പോർട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലെ പാസ്പോർട്ട്, അത് അങ്ങനെ വെച്ച് നമുക്ക് പറയാം, അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരു വിസ മാത്രം എക്സ്ട്രാ എടുത്താൽ മതി ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആൾക്കാർക്ക്. ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ളവർക്ക് 3 വിസ വേണം. ഇല്ല, ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് സെയിം 3 വിസ തന്നെ മതി. ഒരു ശങ്കൻ വിസ, ഒരു റഷ്യൻ വിസ, റഷ്യ ത്രൂ പോവാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഒരു ചൈനീസ് വിസ. ഇന്ത്യൻകാർക്ക് നേപ്പാളി വിസ വേണം. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ച് ബ്രിട്ടീഷുകാരാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കുന്ന ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ അമേരിക്കനോ അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് റഷ്യൻ വിസ വേണം, ചൈനീസ് വിസ വേണം, നേപ്പാളി വിസ വേണം. ഞാനുണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ഇവരുടെ ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഏകദേശം ഒരു മാസം മുന്നേ ആണെന്ന് തോന്നുന്നു പോസ്റ്റുകളും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് കമൻസ് ആയിട്ടും പേഴ്സണലി ഒക്കെ റീച്ച് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാനായിട്ട് ആകാംക്ഷയുള്ള കാര്യമാണ് ഞാൻ നെക്സ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബഡ്ജറ്റാണ് കേട്ടോ. കാരണം ഇത്രയും ലോങ് ഡേയ്സ് ആണ്, നമുക്ക് ട്രാവൽ, ഫ്യൂവൽ അങ്ങനത്തെ ചാർജുകൾ, പിന്നെ നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ ചാർജുകളൊക്കെ കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും ഓവറോൾ നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റ് എത്രയാണ് ഇതിനാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഏകദേശം നമുക്ക് 25,000 pounds, അതായത് 25 lakhs ആണ് നമ്മൾ രണ്ടുപേർക്കും കൂടി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് പലർക്കും പല രീതിയിലായിരിക്കാം. ചിലവർ വളരെ കുറച്ച് പൈസക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ കുറച്ചും കൂടി ഹൈ ഫൈൽ താമസിച്ച് ഫുഡ് കഴിച്ച് അങ്ങനെ അത് മാത്രം ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. പലർക്കും പല രീതിയിലാണ്. ഞങ്ങൾ ഒരു മിഡ് റേഞ്ചിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു 25,000 pounds ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യും. ഫ്യൂവൽ പറഞ്ഞപ്പോഴത്തേനും ജോബി ചേട്ടാ, നമുക്ക് ഈ ഫ്യൂവലിന് ഏകദേശം എത്ര കോസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോൾ ഈ ഹോട്ടലിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഈ വണ്ടി നമ്മൾ ഏത് വണ്ടിയാണ് യൂസ് ചെയ്യണമെന്ന് കണക്കാക്കിയിരിക്കും ഫ്യൂവലിന്റെ കാര്യത്തിൽ. ഈ വണ്ടിയുടെ എഞ്ചിൻ സൈസ് വെച്ച് നോക്കുമ്പോൾ, വണ്ടിയുടെ വലുപ്പത്തിൽ നോക്കുമ്പോൾ കുറച്ച് ഫ്യൂവൽ കൂടുതലാവാം. പക്ഷെ എന്നാലും നമുക്ക് ഏതാണ്ട് ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ താഴെയായിട്ട് ഉള്ള ഒരു ഫ്യൂവൽ കണക്കാക്കി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഡിപ്പെൻസ് ആണ്, ടെറൈനൊക്കെ ഡിപ്പെൻസ് ആയിരിക്കും. എന്നാലും റഫലി ഒരു 3,000 to 4,000 pounds ഫ്യൂവൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു യാത്ര നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് എത്ര റിസർച്ച് ചെയ്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് ചിലപ്പം പോകുന്നതിന് മുന്നേ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ക്യാഷ് മുടക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ വിസയ്ക്ക് കുറച്ച് ഡിലേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അങ്ങനെ വെയിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? വിസയ്ക്ക് ഡിലേ അങ്ങനെയൊന്നും വന്നില്ല. വിസ എപ്പോഴും ക്വിക്കാണ്. അതായത് നമുക്ക് 2 ദിവസം കൊണ്ട് വിസ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ചോയ്സ്. എനിക്ക് തോന്നുന്നു പിന്നെ ചൈനയിൽ എന്തോ ആണല്ലേ നിങ്ങൾക്ക് ഗൈഡിനെ വേണം എന്നുള്ള ഒരു, പിന്നെ അതിന്റെ കോസ്റ്റ് അതൊക്കെ ഒന്ന് പറയാമോ? അതെ, ചൈനയിൽ നമ്മൾ ഔട്ട്സൈഡ് രജിസ്ട്രേഡ് വണ്ടി കൊണ്ട് ട്രാവൽ ചെയ്യണമെങ്കിലും ഒരു ചൈനീസ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഗൈഡ് വേണം.
അത് അവരുടെ ഒരു റൂൾ, ഒരു അത് ആ ഭാഗമായിട്ടുള്ളതാണ് അല്ലേ? കൺട്രിയുടെ ഒരു നിയമമാണ്. ആ ഗൈഡ് നമ്മുടെ വണ്ടിയിലിരിക്കും. ഇപ്പൊ ഒരു വണ്ടി പോകണമെങ്കിലും 10 വണ്ടി ഒരുമിച്ച് പോവാണെങ്കിലും ആ ഒരു ഗൈഡ് മതി. അപ്പൊ അതിന് ഒരു മാസം, അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പെങ്കിലും നമ്മൾ പേ ചെയ്യണം. അതിന്റെ ഗൈഡിനെ അവിടെ റെഡിയാക്കി നിർത്തണം. അപ്പൊ നമ്മൾ ബോർഡറിൽ മീറ്റ് ചെയ്യും. ആ ബോർഡറിൽ നമ്മളെ എക്സിറ്റ് ചെയ്യുന്ന ബോർഡറിൽ വരെ ഈ ഗൈഡ് തന്നെയായിരിക്കും ഉണ്ടാവും. അപ്പൊ അതുപോലെ നിങ്ങൾ അക്കോമഡേഷന്റെ കാര്യം പറഞ്ഞായിരുന്നു, അതിന്റെ ഒരു കോസ്റ്റും പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അക്കോമഡേഷൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 60 ഡേയ്സ് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ? ഞങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് ആണ്, അഡ്വാൻസ്ഡ് ബുക്കിംഗ് അല്ല, സെയിം ഡേ ബുക്കിംഗ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ UK വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫ്രാൻസ്, അത് കഴിഞ്ഞിട്ട് ബെൽജിയം, അങ്ങനെ പോകും. അപ്പോൾ ഫ്രാൻസിൽ ഏത് സിറ്റിയിൽ നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വേണമെങ്കിൽ മാറ്റാം, കാരണം സെയിം ഡേ ബുക്കിംഗ് ആയതുകൊണ്ട് അതാണ് പ്ലാൻ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനും അല്ല. നിങ്ങൾ എന്താ ഡേ ടൈമിൽ കുറച്ച് ടൈമിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യും, ബാക്കി ടൈമിൽ നിങ്ങൾ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുക? അത് നമുക്കിപ്പം ആഗ്രഹം ഉണ്ടല്ലോ, നിങ്ങൾ യാത്ര പോകുമ്പോൾ തന്നെ ഇത്രയും നമുക്ക് വരാൻ പറ്റില്ല, പക്ഷേ 60 ഡേയ്സിന് നിങ്ങൾ ട്രാവൽ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഞങ്ങളിലേക്ക് ആ വീഡിയോസ് ഒക്കെ എത്തുന്നത്? ഞങ്ങൾ മിക്കവാറും വണ്ടി നിർത്തുമ്പോഴൊക്കെ സെൽഫി എടുക്കും. വണ്ടി ഓടുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഒന്നും എടുക്കില്ല. നിങ്ങൾ ഈ മോട്ടോർവേ തന്നെ അല്ലെങ്കിൽ റോഡ് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ബോറിംഗ് ആയിരിക്കില്ലേ. നമ്മൾ വണ്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും, അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ഞങ്ങളുടെ യൂട്യൂബ് ചാനലും വാട്സാപ്പ് നമ്പറും എല്ലാം വണ്ടിയുടെ പുറകിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, റോവിംഗ് ചാമക്കാലാസ്, അത് തന്നെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും അല്ലേ? നമ്മളങ്ങനെ പ്രൊഫഷണൽ യൂട്യൂബേഴ്സോ ഇൻസ്റ്റാഗ്രാം അപ്ലോഡേഴ്സോ ഒന്നുമല്ല, എന്നാലും നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ വണ്ടി കാണുവാണെങ്കിൽ നിങ്ങൾ ഫുൾ ഗ്രാഫിക്സ് കുറെ ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിൽ കാണുന്ന ഓരോ ഗ്രാഫിക്സ് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരാമോ? എല്ലാവരും വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന ആൾക്കാർ വണ്ടിയിൽ ഒരുപാട് ഗ്രാഫിക്സ് മാപ്പുകളൊക്കെ ഇടാറുണ്ട്. കാരണം ഞങ്ങൾ മാപ്പ് ഇടാറുണ്ട്, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്ലാൻ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഒരു കൺട്രിയുടെ മാപ്പ് ഞങ്ങൾക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒരു ഡയറക്ഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ പറ്റിക്കില്ലാവില്ലേ. പിന്നെ ഇതൊന്നും ആരും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്യുന്നു, ഇത്ര കൺട്രീസ് കവർ ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു ഫണ്ട് റൈസിങ് ഇവന്റും കൂടിയാണ്. കാരണം ഏതായാലും നമ്മൾ പോകുന്നു, അപ്പോൾ ഒരു ഗുഡ് കോസിന് വേണ്ടി ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ബ്രിസ്റ്റൽ ആൻഡ് വെസ്റ്റേൺ ഹോസ്പിറ്റൽ. അവരുടെ ചാരിറ്റിയാണ് ഇത്, ബ്രിസ്റ്റൽ ആൻഡ് വെസ്റ്റേൺ ഹോസ്പിറ്റൽ ചാരിറ്റി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അവിടുത്തെ പേഷ്യൻസ് റിലേറ്റീവ്സിന്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മളുള്ള ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? അതെ, ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ക്യാഷ് നമ്മുടെ ഹോസ്പിറ്റൽ ചാരിറ്റിക്ക്. ഇത് നമുക്കല്ല വരുന്നത്, എനിക്ക് അതിന് ഒരു ആക്സസും ഇല്ല. ഈ യാത്രയുടെ ഇതിന്റെ എക്സ്പെൻസസും ആയിട്ട് ഒന്നും ഒരു ഇതുമില്ല. പിന്നെ ഇത് A1 ഫർണിച്ചർ, ഇത് നമ്മുടെ സ്പോൺസേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, ഞങ്ങൾക്ക് 2 സ്പോൺസേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് A1 ഫർണിച്ചർ, അത് അപ്പുറത്തെ സൈഡിൽ ഒരു ഗ്രാഫിക്സ് വെച്ചിട്ടുണ്ട്, അത് ഡെൽറ്റ റബ്ബർ ഇമ്പോർട്ട്സ്. A1 ഫർണിച്ചർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാം നമ്മുടെ ട്രഡീഷണൽ ഫർണിച്ചറുകളുണ്ടല്ലോ, തേക്കിൻ്റെ ആയാലും വേറെ ഏതെങ്കിലും മരത്തിലും ഉണ്ടാക്കിയ ഫർണിച്ചർ ആയാലും അതേ ക്വാളിറ്റിയിൽ കേരളത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ സപ്ലൈ ചെയ്യുന്നതാണ് A1 ഫർണിച്ചർ. പിന്നെ നമുക്ക് അപ്പുറത്ത് പോയാൽ അവിടെ ഡെൽറ്റ റബ്ബർ ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് കാണാം. ഇതാണ് നമ്മുടെ മറ്റൊരു സ്പോൺസർ, ഡെൽറ്റ റബ്ബർ ഇമ്പോർട്ട്സ്. ഡെൽറ്റ റബ്ബർ ഇമ്പോർട്ട്സ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിം മാറ്റ്സ്, അതായത് ഹോഴ്സ് ഫ്ലോറിങ്സ്, എല്ലാ തരം റബ്ബർ ഐറ്റംസും കേരളത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് UK ആൻഡ് യൂറോപ്പ് വേൾഡ് വൈഡ് സപ്ലൈ ചെയ്യുന്നതാണ്. ഇവരുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും, പ്രൊഡക്ട്സും കാണാൻ പറ്റും. പിന്നെ ഈ നമ്പറിൽ വിളിച്ചാലും നമുക്ക് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ഡേറ്റ് 21st of June 2024. അതെ, ടുമോറോ സ്റ്റാർട്ട് ഡേറ്റ്. പിന്നെ നമ്മൾ 2 continents 20 കൺട്രീസാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ് 20,000 മൈലാണ് നമ്മൾ എക്സ്പെക്റ്റഡ് മൈലേജ്. ഇനി ചിലപ്പോൾ കുറയാം കൂടാം. പിന്നെ അത് 60 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ QR കോഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാരിറ്റി ഇവന്റ് ഒരു വൻ സക്സസ് ആക്കണം. ഞങ്ങളൊരു അപ്രോക്സിമേറ്റ് £1,000 റേസ് ചെയ്ത് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് നല്ല പ്രോഗ്രസ് ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ ഇതേ നമുക്ക് ഇവരുടെ യാത്രയുടെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ
യാത്ര ഒബ്വിയസ്ലി യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കേട്ടോ നമ്മൾക്ക് ഈ റോവിങ് ചാമക്കാലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അപ്ഡേറ്റ്സ് കിട്ടും ഇവരുടെ. അതുപോലെ തന്നെ റോവിങ് ചാമക്കാലാസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾ ഇവരെ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇൻഫർമേഷൻസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ, യാതൊരു സംശയമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാരിറ്റി ഫണ്ട്സിലേക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ഡൗട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ചാനലിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് നമ്പറിലൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ ഇവർ തരുന്നതായിരിക്കും. അപ്പം നാളെ യാത്ര തുടങ്ങാനിരിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ എൻജോയബിൾ ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു യാത്ര ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനും അതോടൊപ്പം തന്നെ LS Talksലെ ഈ വീഡിയോ കാണുന്ന ആളുകളും ഒക്കെ കേട്ടോ ഞങ്ങളുടെ സൈഡിൽ നിന്നും ബെസ്റ്റ് വിഷസ് പറയുകയാണ്. അപ്പം നമുക്ക് യാത്രകളുടെ അപ്ഡേറ്റ്സ് ഞങ്ങൾ നാളെ തൊട്ട് പ്രതീക്ഷിക്കുകയാണ് കാണാം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി പോയി വന്നിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.